ഹായ്, എല്ലാവർക്കും സ്വാഗതം. സ്ട്രെസ് അഥവാ മാനസിക പിരിമുറുക്കം. ഈ വാക്ക് കേൾക്കാത്തവരായിട്ട് നമ്മളിൽ ആരുമുണ്ടാകില്ല, അല്ലേ? പലപ്പോഴും നമ്മളെല്ലാവരും ഇത് അനുഭവിക്കാറുമുണ്ട്. അപ്പോൾ ഈ പിരിമുറുക്കത്തെ എങ്ങനെ ഒന്ന് മെരുക്കിയെടുക്കാം, എങ്ങനെ ഫലപ്രദമായിട്ട് നേരിടാം? ഇന്നത്തെ ഈയൊരു വിവരണത്തിൽ നമുക്കത് ലളിതമായിട്ടൊന്ന് നോക്കാം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്ട്രെസ് കാരണം ആകെപ്പാടെ ഒരു മരവിപ്പ് പോലെ എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ തോന്നിയിട്ടുണ്ടോ? ഒരു പരീക്ഷയുടെ തലേന്നോ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിന് മുമ്പോ ഒക്കെ ഇത് വളരെ സാധാരണമാണ്. വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നൊരു അനുഭവം മാത്രമാണ്. അപ്പോൾ എന്താണ് ശരിക്കും ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ആളുകളോടും ചില സാഹചര്യങ്ങളോടും എന്തിന് നമ്മുടെ സ്വന്തം ചിന്തകളോടുമുള്ള നമ്മുടെ ശരീരത്തിന്റെ ഒരു തരം പ്രതികരണമാണിത്. ഒരു ചെറിയ അളവിലുള്ള സ്ട്രെസ് സത്യത്തിൽ നല്ലതാണ്. അത് നമ്മളെ കൂടുതൽ ശ്രദ്ധാലുക്കളാക്കാനും ഊർജ്ജസ്വരനാക്കാനും സഹായിക്കും. പക്ഷേ ഈ പിരിമുറുക്കം അതിന്റെ അളവ് വിടുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. അത് നമ്മുടെ ആത്മവിശ്വാസത്തെ ഇടിച്ചു താഴ്ത്തും, നമ്മുടെ പ്രകടനത്തെ മോശമായി ബാധിക്കും. അവസാനം ഷെടാ, എല്ലാം എന്റെ തെറ്റാണ് എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു വലയത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. ശരി, അപ്പോൾ നമുക്ക് ഇതിന്റെ കാതലായ ആശയത്തിലേക്ക് വരാം. സ്ട്രെസ്സിനെ നിയന്ത്രിക്കാനുള്ള മാസ്റ്റർ കീ എന്താണെന്നറിയോ? ഓർക്കുക, നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിലല്ല, അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് മുഴുവൻ കാര്യവും ഇരിക്കുന്നത്. പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഉദാഹരണത്തിന് ഒരു ട്രാഫിക് ബ്ലോക്ക് അല്ലെങ്കിൽ ഓഫീസിലെ ചെറിയൊരു പ്രശ്നം, അതൊന്നും സ്വയമേവ ഒരു പിരിമുറുക്കമുണ്ടാക്കുന്നവയല്ല. മറിച്ച് ആ ഒരു സംഭവത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന രീതിയാണ് യഥാർത്ഥത്തിൽ സ്ട്രെസ്സിന് കാരണമാകുന്നത്. ഇതാണ് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണ്, നമ്മുടെ പ്രതികരണങ്ങളിലാണ്. അപ്പോൾ പിരിമുറുക്കം പെട്ടെന്ന് കൂടുമ്പോൾ ഉടൻ ആശ്വാസം കണ്ടെത്താൻ സഹായിക്കുന്ന ചില വിദ്യകൾ നമുക്ക് നോക്കിയാലോ? ഇതൊരു എമർജൻസി ടൂൾ കിറ്റ് പോലെ കണ്ടോളൂ. ഒന്നാമത്തെ ടെക്നിക്, ദീർഘമായി ശ്വാസമെടുക്കുക. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ശ്വാസം വളരെ വേഗത്തിലാകും, ശ്രദ്ധിച്ചിട്ടില്ലേ? അത് ടെൻഷൻ കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് ശാന്തമായൊരിടത്തിരുന്ന് മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കുക. നിങ്ങളുടെ വയറ് ഒരു ബലൂൺ പോലെ വീർത്തു വരുന്നത് ഫീൽ ചെയ്യണം. എന്നിട്ട് വായിലൂടെ പതുക്കെ ആ ബലൂണിലെ കാറ്റ് കളയുന്നതുപോലെ പുറത്തേക്ക് വിടുക. രണ്ടാമത്തെ വഴി, നിങ്ങളുടെ വികാരങ്ങളെ ഉള്ളിലിട്ട് പുകയ്ക്കാതെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ്. വിശ്വസ്തനായ ഒരു സുഹൃത്തിനോടോ വീട്ടുകാരോടോ സംസാരിക്കുമ്പോൾ തന്നെ പകുതി ആശ്വാസം കിട്ടും, അല്ലേ? അല്ലെങ്കിൽ ഒരു ഡയറിയിൽ ഇതൊന്ന് കുറിച്ചിട്ടാലോ? നമ്മുടെ ചിന്തകൾക്കൊരു വ്യക്തത വരും, പുതിയൊരു കാഴ്ചപ്പാട് കിട്ടും. മൂന്നാമത്തേത്, ഒരു ബ്രേക്ക് എടുക്കുക. നിങ്ങൾ വല്ലാത്തൊരു സമ്മർദ്ദത്തിലാണെന്ന് തോന്നുമ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് കുറച്ചു നേരത്തേക്കൊന്ന് മാറി നിൽക്കുക. ഒരു 5 മിനിറ്റ് പുറത്തിറങ്ങി നടന്നാൽ പോലും കിട്ടുന്നൊരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് വലുതാണ്. ചുറ്റുപാടുകളൊന്ന് മാറ്റുന്നത് നമ്മുടെ ചിന്തകളെയും മാറ്റാൻ സഹായിക്കും. നാലാമത്തേത്, മനസ്സിലൊരു ശാന്തമായ ഇടമുണ്ടാക്കുക. എപ്പോഴും നമുക്ക് ശാരീരികമായി ഒരിടത്തുനിന്ന് എഴുന്നേറ്റ് പോവാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ കണ്ണുകളടച്ച് നിങ്ങൾക്കിഷ്ടപ്പെട്ട സമാധാനം തരുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് സങ്കൽപ്പിക്കുക. അത് ചിലപ്പോൾ തിരമാലകളടിക്കുന്ന ഒരു കടൽത്തീരമാകാം, അല്ലെങ്കിൽ കിളികളുടെ ശബ്ദമുള്ള ഒരു പൂന്തോട്ടമാകാം. അവിടത്തെ കാഴ്ചകളും ശബ്ദങ്ങളും ഗന്ധവുമെല്ലാം മനസ്സിൽ കൊണ്ടുവരിക. അഞ്ചാമത്തെ കാര്യം, ഒരുപക്ഷെ കുറച്ചുപേർക്ക് അതിശയമായി തോന്നാം. ഒന്ന്, മനസ്സു തുറന്ന് കരയുക. അതെ, കരയുന്നത് ഒരു മോശം കാര്യമല്ല. അത് സ്ട്രെസ് കുറയ്ക്കാനുള്ള നല്ലൊരു വഴിയാണ്. നമ്മൾ കരയുമ്പോൾ കണ്ണുനീരിലൂടെ സ്ട്രെസ് ഹോർമോണുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഉള്ളിൽ അടക്കിവെച്ച് തലവേദന വരുന്നതിലും എത്രയോ നല്ലതല്ലേ ഇത്? ഓക്കെ, ഇതുവരെ നമ്മൾ സംസാരിച്ചത് പെട്ടെന്നുള്ള ആശ്വാസത്തിനുള്ള വഴികളാണ്. ഇനി ജീവിതത്തിൽ സ്ട്രെസ്സിനെ നേരിടാൻ നമ്മളെ കൂടുതൽ ശക്തരാക്കുന്ന ദീർഘകാലത്തേക്കുള്ള ചില ശീലങ്ങളെക്കുറിച്ച് നോക്കാം. ഇതിലേറ്റവും പ്രധാനം വ്യായാമമാണ്. ദിവസവും കുറച്ചുനേരം ശരീരം അനങ്ങുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. ഒപ്പം നമ്മുടെ ശരീരത്തിന് നല്ല ഭക്ഷണവും ആവശ്യത്തിന് ഉറക്കവും കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഇന്ധനമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ചിരിക്കാൻ മറക്കരുത്. നർമ്മബോധം നിലനിർത്തുന്നതും കൂട്ടുകാരുമായി തമാശകൾ പറയുന്നതും വലിയൊരു സ്ട്രെസ് ബസ്റ്ററാണ്. നമ്മുടെ ചിന്താരീതിയിലും ചില മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു തർക്കമുണ്ടാകുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞത് തന്നെ ശരി എന്ന് വാശിപിടിക്കുന്നതിന് പകരം ചിലപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കോ സഹകരണത്തിനോ തയ്യാറായാലോ? അപ്പോൾ അവിടെ ഒരുപാട് അനാവശ്യ ടെൻഷൻ ഒഴിവായി കിട്ടും, അല്ലേ? ഈ സ്ലൈഡിലെ 5 എന്ന നമ്പർ കണ്ടോ? ഇതെന്താന്നല്ലേ? നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മൊത്തം നെഗറ്റീവായിരിക്കും. അതിനെ ബ്രേക്ക് ചെയ്യാനുള്ളൊരു സിമ്പിൾ ട്രിക്കാണിത്. ഒരു നിമിഷം നിർത്തി നിങ്ങളുടെ ചുറ്റുമുള്ള 5 നല്ല കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അത് ചിലപ്പോൾ ജനലിലൂടെ കാണുന്നൊരു മരമാകാം, നിങ്ങൾ കേൾക്കുന്നൊരു പാട്ടാവാം, അല്ലെങ്കിൽ കുടിക്കുന്ന ചായയുടെ ടേസ്റ്റ് ആവാം.
ഇങ്ങനെ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റുന്നത് വലിയ വ്യത്യാസമുണ്ടാക്കും. നിങ്ങളുടെ സമയവും ഊർജവും അത് വളരെ വിലപ്പെട്ടതാണ്. അത് ശരിക്കും മാനേജ് ചെയ്യണം. ചെയ്യേണ്ട കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ലിസ്റ്റ് ചെയ്യുക. ഒരു സൂത്രം പറയാം: ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി ആദ്യം തന്നെ ചെയ്ത് തീർത്തേക്കുക. പിന്നെ ആ ദിവസം ഫ്രീയാണ്. അതുപോലെ നമ്മുടെ പരിധികൾ മനസ്സിലാക്കുക. എല്ലാ കാര്യത്തിലും തലയിടാതെ ഇത് ശരിക്കും എന്റെ പ്രശ്നമാണോ എന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. സ്ട്രെസ് വരുമ്പോൾ ചെയ്യേണ്ടതും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും ഇതെല്ലാം എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം, മുന്നോട്ടുള്ള വഴി എന്താണ് എന്ന് നോക്കാം. ഒരു കാര്യം എപ്പോഴും ഓർക്കുക: പിരിമുറുക്കം കുറയ്ക്കാൻ എല്ലാവർക്കും ഒരേപോലെയുള്ളൊരു പരിഹാരമില്ല. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ഒരാൾക്ക് വ്യായാമം ആശ്വാസം നൽകുമ്പോൾ മറ്റൊരാൾക്ക് പുസ്തകം വായിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോ നിങ്ങൾക്ക് വർക്കാകുന്നത് എന്താണോ അത് തിരഞ്ഞെടുക്കുക. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: നമ്മുടെ ലക്ഷ്യം സ്ട്രെസ്സിനെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നതല്ല. അത് ചിലപ്പോൾ നടക്കില്ല, കാരണം ജീവിതത്തിൽ എപ്പോഴും വെല്ലുവിളികളുണ്ടാകും. പക്ഷേ ആ വെല്ലുവിളികളോടുള്ള നമ്മുടെ പ്രതികരണത്തെ നിയന്ത്രിക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റും. ആ നിയന്ത്രണമാണ് നമ്മുടെ യഥാർത്ഥ ശക്തി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച ഈ മാർഗങ്ങളിൽ ഏതാണ് നിങ്ങൾ ആദ്യമൊന്ന് പരീക്ഷിക്കാൻ പോകുന്നത്? നിങ്ങളുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കാനുള്ള ആ ആദ്യത്തെ ചുവടുവെപ്പ് ഇന്ന് തന്നെ വെച്ചാലോ? ഓർക്കുക, ചെറിയൊരു മാറ്റം പോലും വലിയൊരു വ്യത്യാസം കൊണ്ടുവരും.